ഇവിടെ പാടുന്ന കലാകാരന്മാരെല്ലാം ഒരു ഇൻട്രൊഡക്ഷനോ ഒരു പരിചയപ്പെടുത്തലോ ഒന്നുമില്ലാതെ തന്നെയാണ് ഒരു പാടുന്നത്. അവരൊക്കെ ഗാനമേള വേദികളിലും അതുപോലെ തന്നെ റെക്കോർഡിങ്ങിലൊക്കെ വളരെ ഭക്ഷ്യമേളയും സംഗീതമേളയും തുടർന്നു ഒന്ന് രണ്ട് പേരെ പരിചയപ്പെടുത്താതെ ഈ സംഗീത സായാഹ്നം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. രണ്ട് സാബുമാരാണ് നമുക്ക്, അതായത് കേരളത്തിലെ ഗാനമേള വേദികളിൽ വളരെ വർഷങ്ങളായിട്ട് തിളങ്ങി നിൽക്കുന്ന രണ്ട് സാബുമാർ. ഒരു വൈക്കം സാബു എന്ന പാട്ടായിരിക്കണം. കാരണം ആ പാട്ട് ജീവിച്ച് പുതിതീരാതെ കടന്നുപോയവരെ ഓർമ്മിക്കുന്ന വയലാറിൻ്റെ മനോഹരമായ രചനയാണ്. അവരെല്ലാം കടന്നുപോയി, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഒരു ചിന്ത. അതുപോലെ തന്നെ ബന്ധങ്ങളെ പറ്റിയൊക്കെ വാതോരാതെ സംസാരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോട് സഹകരിക്കണം എന്നുകൂടി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മൾ മാക്സിമം മാഷ് പറഞ്ഞതുപോലെ ഇവിടെ പാടുന്ന എല്ലാവരും തന്നെ വളരെ ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു നല്ലൊരു സംരംഭത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വേദനയാണ് വയനാട് എന്ന് പറയുന്നത്. ആ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി യുവകലാ സാഹിതി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ നല്ലൊരു പരിപാടി ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചത് വളരെ കൃതാർത്ഥനാണ്. ഒരു കൂട്ടം ആൾക്കാർ വയനാടിന് വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി 3 ദിവസമായിട്ട് ഇവിടെ പ്രയത്നിക്കുകയാണ്. അതിൻ്റെ സംഘാടകരോട് ഈ പ്രസ്ഥാനത്തെപ്പറ്റിയും ഇവരുടെ പ്രവർത്തനത്തെപ്പറ്റിയും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ സാർ, നമസ്കാരം. സാറിൻ്റെ പേര്? ജോസ് ചമ്പക്കര. ഓക്കെ, ജില്ലാ പ്രസിഡന്റാണ്. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കോട്ടയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പല സംഘടനകളും അവർ പിരിവെടുത്ത് ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങളിവിടെ സംഗീതം പകർന്നും അതുപോലെ രുചികരമായ ഫുഡ് കൊടുത്തുമാണ് നിങ്ങളിവിടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൈത്താങ്ങാകുന്നത്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് യുവകലാസാഹിതി. യുവകലാസാഹിതി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. വയനാടിൽ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ യുവകലാസാഹിതിയുടെ പ്രവർത്തകർ അവിടെ ഓടിയെത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം പ്രവർത്തിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടുമിരിക്കുന്നു. അപ്പോൾ വയനാടിനെ എങ്ങനെ സഹായിക്കാം എന്ന ഞങ്ങളുടെ ഒരു ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഒരു സംരംഭം. കാരണം ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുക, അതിലൂടെ കിട്ടുന്ന പണം വയനാടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വെറും ഒരു ഫുഡ് ഫെസ്റ്റ് മാത്രമല്ല, ഇതൊരു കലാപ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജില്ലയിലുള്ള കലാകാരന്മാരെ വിളിച്ചു വരുത്തി അവരുടെ ഗാനങ്ങൾ കൂടി ഇതൊരു വിഭവമായി കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. കോട്ടയം നഗരത്തെ സംബന്ധിച്ചോളം ഇതൊരു ആദ്യത്തെ സംരംഭമാണ് ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ള നിലയിൽ. ഇതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച നിരവധി ആളുകളുണ്ട്. യുവകലാസാഹിതിയുടെ പ്രവർത്തകരെല്ലാം തന്നെ ഈ പന്തലിലുണ്ട്. അവരുടെ എല്ലാം അകമഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ സാറേ. ഓക്കെ, വളരെ നല്ല കാര്യം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കൈത്താങ് എപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. നിങ്ങളോടൊക്കെ കൂടെയുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിന് വലിയൊരു മുൻതൂക്കം കൊടുക്കാൻ നിങ്ങളെല്ലാവരും ജോലിയുള്ളവരും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി മാത്രം പറയുന്നു. ഇവിടെ ഓരോരുത്തരുണ്ട്, അതിൻ്റെ പല സംഘടനകളിൽ ഉള്ളവരാണ്.
അവരെ എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്ന് പറയാമോ? ശ്രീലേഖ. ശ്രീലേഖ. എവിടെയാ സ്ഥലം? എവിടെയാ? കറുവച്ചാല്. കറുവച്ചാല്. ഓക്കെ. സാറിന്റെ പേരെന്ന് പറയാം? സോജൻ. സോജൻ. സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ചേട്ടാ? എൻ്റെ പേര് ശശി. അതുപോലെ സാറിന്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് സാംജി ടി വി പുരം, യുവല സാഹിതിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ഇണക്കിയതിനെ സംബന്ധിച്ചിപ്പം ജില്ലാ പ്രസിഡന്റ് ജോസ് ചമ്പക്കര സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വയനാടിന് ഒരു കൈത്താങ്ങായിട്ട് ഈ ഭക്ഷ്യമേളയും ഈ ഗാനസായാഹ്നവും എല്ലാം തീർച്ചയായിട്ടും ഞങ്ങളാലാകാവുന്ന രൂപത്തിൽ ഈ കോട്ടയം ജില്ലയിലെ കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൈത്താങ്ങ് വയനാട്ടിലെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഇക്കാര്യത്തിൽ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സാറേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വയനാട്ടിലേക്ക് ഒരു കൈത്താങ്ങാകുക, അതോടൊപ്പം തന്നെ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് നല്ലൊരു പങ്ക് അവിടേക്ക് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് നല്ലൊരു മൂലധനം ചിലവായിട്ടുണ്ട് ഈ പരിപാടി ഇങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ. അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ അവരാലാവുന്ന വിധം പണം അഡ്വാൻസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹയാത്രികർ, ഞങ്ങളുടെ ബന്ധുക്കൾ, അവരെല്ലാവരും തന്നെ ഈ പണം അഡ്വാൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇണക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് കിട്ടുന്ന പണം എത്ര കിട്ടിയാലും അത് തീർച്ചയായിട്ടും ഈ ഫണ്ടിലേക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് ഞങ്ങളുടെ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ജോസ് ചമ്പക്കര സൂചിപ്പിച്ചത്. അതാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു വിജയമായിരുന്നു ഈ 3 ദിവസം കൊണ്ടെന്നാണ് തന്നെ ഇവർക്ക് ഓർഡർ കിട്ടി. ഓർഡർ തന്നെയാണ് പോകുന്നത്. പിന്നെ സ്റ്റാൻഡിൻ്റെ അകത്തായതുകൊണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് സാധനം മേടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ നടത്തുന്ന ഈ സംരംഭത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം എന്നുള്ള ഒരു മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഫുഡ് നമ്മുടെ എല്ലായിടത്തുനിന്നും കഴിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരിക്കലേക്ക് നമുക്ക് പോകാം. ഈ ചേച്ചിയാണ് 2-3 ദിവസമായിട്ട് ഇവിടുത്തെ പാചകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാചക കലാകാരിയും കൂടെയാണ്. നല്ല കൈപുണ്യമുള്ള ഈ ചേച്ചിയെ ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ആർട്ടി എന്നാണ്. ഞാൻ കൊടയമ്പടിയിൽ ഒരു സ്ഥാപനം നടത്തുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ തൽക്കാലം നിർത്തി. വയനാടിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത, വയനാടിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ടി വിയിലും ന്യൂസിലും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് മനസ്സിൽ തോന്നുമായിരുന്നു. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചതാണ് ഇങ്ങനൊരു ഫുഡ് ചലഞ്ച് അല്ലെ ഫുഡ് ഫെസ്റ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ്. എൻ്റെ കയ്യിലുള്ളത് പാചകമാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഞാനിങ്ങനൊരു തീരുമാനം യുവകലാ സാഹിതി അതങ്ങ് ഏറ്റെടുത്തു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെക്കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ. എൻ്റെ ഒരു ചോദ്യം കൊണ്ട് 3 ദിവസത്തെ ഒരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടന്നത് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ചാരിതാർത്ഥിയാണ്. എൻ്റെ കൂടെ ഇവരെല്ലാവരും ഓരോരുത്തരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 2 സഹായികളുണ്ടായിരുന്നു. അവരും നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിലും നെയ്യിലും തയ്യാറാക്കിയ നാടൻ ഭക്ഷണം തലശ്ശേരിയിൽ നിന്ന് കൈമാറി വന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ അവസാന ദിവസമാണ്, കലാശക്കൊട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ലാഭം വിജയം അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ ആകാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് അറിയിക്കുന്നത്. താങ്ക് യു. ചേച്ചി ഇതിൻ്റെ ഒരു സംഘാടകയാണ്. ചേച്ചി പറഞ്ഞു കറുവച്ചാലുകാരിയാണ്. ഇതുപോലെ ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഇറങ്ങി വരുമ്പോൾ പല മേഖലകളിൽ നിന്നുള്ളവർ, പല മതവിശ്വാസത്തിൽപ്പെടുന്നവർ, അതെല്ലാം ഒറ്റ മനസ്സോടുകൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമാണ് ഇതുപോലുള്ള സംഘടനകളെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ആ ചേച്ചി 2 വാക്ക് പറയാനായിട്ട് ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു.
എനിക്ക് മുമ്പുള്ളവർ വയനാട്ടിലെ കാര്യങ്ങളും അതിൻ്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ യുവകലാസാഹിതിയുടെ ഗൈഡൻസിൽ ഞങ്ങൾ വനിതകലാസാഹിതി എന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവകലാസാഹിതിയും കൂടെ ചേർത്ത് നല്ലൊരു പ്രവർത്തനമാണ്. അതിൽപ്പെട്ട ആളുകളാണ് ഇവർ എല്ലാം. വനിതകലാസാഹിതിയും ഒപ്പം ചേർന്നു. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഓക്കെ, വളരെ നന്ദി ചേച്ചി. ഈ ഒരു സായം സന്ധ്യയിൽ കോട്ടയത്തിൻ്റെ മനം കവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഓരോരുത്തരെയും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. തുടർന്നും ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാം കൂട്ടായ്മ ഒന്നിച്ചുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വളരെ നന്ദി.